ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം പൊന്നിന് തീരെ വയ്യ. രാവിലെ ഉണ്ട് ഒരു പനിയും വിറയലും കേട്ടോ, പൊള്ളുന്ന പനിയാണ്. അപ്പോൾ ഒന്ന് കൊണ്ടുപോകാൻ വിചാരിച്ച്. അപ്പോൾ ഉച്ചൻ്റെ ശേഷമാണ് പോകുന്നത് കേട്ടോ. 2 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ച്. അപ്പം ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങുകയാണ് കേട്ടോ. തീരെ വയ്യ കേട്ടോ, നല്ല പനിയാണ്, വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പാരസിറ്റമോൾ ഇത്തിരി കൊടുത്ത്, അപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ മാറിക്കോളെന്ന് വിചാരിച്ച് വീണ്ടും നിന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തീരെ വയ്യ, കണ്ണിന്നൊക്കെ വെള്ളം ഒലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ച്. അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മക്കൾക്ക് സുഖമില്ല കഴിഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങളെ അവസ്ഥ എന്താ എല്ലാവർക്കും അറിയുന്ന കാര്യമാവും. പിന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകേണ്ട പറയും വേണ്ട. കുട്ടിക്കാണെങ്കിൽ തീരെ വയ്യാത്തതുകൊണ്ട് മടിയിൽ തന്നെ ഇരിക്കേണ്ടി വരും. വയ്യെങ്കിൽ പിന്നെ നമ്മളെ മടിയിൽ നിന്നൊന്നും ഇറങ്ങൂല. അപ്പം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. കുട്ടിക്ക് സുഖമില്ലാഞ്ഞ എല്ലാ അമ്മമാരെയും അവസ്ഥ ആകെ ഇതായിരിക്കും. അവൾക്ക് വയ്യാഞ്ഞാൽ പിന്നെ നമ്മളെ മടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. അത്രക്കും ബുദ്ധിമുട്ടായിരിക്കില്ലേ കുട്ടികൾക്ക്. ആകെ പ്രശ്നമായിരിക്കില്ലേ, വീട്ടിലെ ജോലിയും ഒക്കെ അടക്കം. പിന്നെ ഒരു കാര്യം നടക്കൂല, അങ്ങനത്തെ ഒരവസ്ഥയാണല്ലേ. അപ്പോൾ ഇതാ തീരെ വയ്യ, കണ്ണൊക്കെ ആകെ എന്തോ പോലെ ആയിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ പിന്നെ മടിയിൽ ഇരുത്താത്ത എന്താ വെച്ചാൽ, മടിയിലിരിക്കാൻ ആദ്യമേ ഇഷ്ടമില്ല കേട്ടോ. വണ്ടിയിൽ പോകുമ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഒക്കെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടോട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ വണ്ടിയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ ലൈഫിൽ എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കും, വീഡിയോ കാണിക്കാൻ വിചാരിച്ച് കഴിയുന്നതും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടിയാണ് ഇട്ടത്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോരാ വിചാരിച്ചു. അപ്പോൾ മക്കളൊക്കെ സ്കൂൾക്ക് പോകാൻ 2 മണിക്കാണ് പോകുന്നത്. അപ്പോൾ 2 മണിക്ക് പോയി അവിടെ നിന്ന് കാണിച്ച് വരുമ്പോൾ തന്നെ ഉച്ചൻ്റെ ശേഷം ഒരു 4 മണി ആയിരുന്നു കേട്ടോ. അപ്പോൾ വരുമ്പം ജിലുമോളെയും കൂട്ടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളേതായാലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ എത്താനായപ്പോൾ റോഡൊക്കെ ഇത് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീടിൻ്റെ മതിലൊക്കെ പൊളിച്ച് ഒരു റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പുതുക്കിപ്പണി വേറെ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ എടുക്കുമ്പോൾ. കാരണം എന്തിനാ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ തിരക്കൊന്നും ഉണ്ടാകരുതേന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. കാരണം കുട്ടികൾക്ക് വയ്യാഞ്ഞാൽ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ മക്കളെ കൊണ്ട് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ടോക്കൺ നമ്പർ 45 ആയിരുന്നു. അപ്പോൾ 25ാമത്തെ ടോക്കൺ നമ്പർ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ പൊന്നൂനെ എടുത്ത് ഞാൻ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പൊന്നു നിലത്തേക്കൊന്നും ഇറങ്ങുന്നേ ഇല്ല കേട്ടോ, വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഹോസ്പിറ്റലിലേക്ക് പോയോണ്ടിരിക്കുകയാണ്, ഷീറ്റ് എടുക്കാൻ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാരണം നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സുഖമില്ലാത്ത സമയത്തും വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാനല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ പൊന്നു തോളിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെറിയ അസുഖം വരികയാണെങ്കിലും നമ്മളെ മനസ്സിലാകെ ടെൻഷനായിരിക്കും. പഠിച്ചോനെ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളൊരു ടെൻഷനാവും. എന്ത് ചെറിയ ജലദോഷം വന്നാലും നമുക്ക് പേടിയാണ്. അപ്പോൾ ഇന്നലെ മോളൊക്കെയാണ് കുളിപ്പിച്ചത്. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചപ്പോൾ ഉള്ള പ്രശ്നമാണ് കേട്ടോ. കുട്ടികൾക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരിങ്ങനെ തലയിൽ വെള്ളം പാർന്ന് കൂടുതലായപ്പോൾ ഉള്ള പ്രശ്നമാണ് കേട്ടോ. പിന്നെ പനി വന്നപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ 2-3 ദിവസം പിടിക്കും മാറാനെന്നൊക്കെ പറഞ്ഞിട്ടു. അങ്ങനെ അതാ ഞാൻ ഷീറ്റ് എടുക്കുകയാണ്. ഷീറ്റൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പൊന്നൂന് എപ്പോഴാണ് പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഡോക്ടർ ടോക്കൺ നമ്പർ ആവണ വരെ വെയിറ്റ് ചെയ്തപ്പോൾ ഇക്ക ഫോണായിട്ട് അവിടെ ബിൽഡിങ് കിട്ടുന്ന അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, പുതിയ കെട്ടിടമാണ്. ഇവിടെ എന്താ പറയുക, ഹോസ്പിറ്റൽ അഡ്മിറ്റും കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രസവം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പ്രസവം കാര്യങ്ങളൊക്കെ അഡ്മിറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ ചെറിയ രോഗത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു റെഫർ ചെയ്ത് മഞ്ചേരിയിലേക്ക് മാറ്റും. ഇവിടെ നമ്മുടെ ചെറിയ മെഡിക്കൽ കോളേജ് മഞ്ചേരി ഹോസ്പിറ്റലാണ് കേട്ടോ.
അപ്പോൾ ഇതാ അവർ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ എന്തെങ്കിലുമൊക്കെ ആക്കി വരുമായിരിക്കും. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പൊന്നൂൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ആകെ സങ്കടം വരികയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഡോക്ടർ ഒരു വിളിച്ചിട്ടുണ്ട്, ടോക്കൺ നമ്പർ ആയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി കാത്തിക്കുകയാണ്. ആ പൊന്നു ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുട്ടികൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ, തിക്കും തിരക്കാകുമ്പോൾ അവരെ കരച്ചിലും ആളൊക്കെ ആകെ ആയിരിക്കും. പക്ഷെ ഇന്നെന്താ അറിയില്ല, തിക്കും തിരക്കൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ ടൈമും അങ്ങനെയാണ്, നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പൊന്നൂന് ഇപ്പോൾ സീറ്റിലൊന്നും ഇരിക്കണ്ട, എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം, അത്രയ്ക്കും ക്ഷീണമാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴി ജിലുമോളൊന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വലിയ മോളോട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫോണോടെ വീട്ടിൽ വെക്കാൻ പറഞ്ഞു. എന്നാൽ വിളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ ഓൾ എത്തിനോന്ന്, അഥവാ നേരം വൈകുകയാണെങ്കിൽ അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്തിന് കേട്ടോ വീട്ടിലേക്ക്. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.